അപ്പോൾ നമ്മളിന്ന് പോകുന്ന വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, ഒരു പീഡിയാട്രിക് ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഈ കുർത്ത എങ്ങനെയുണ്ട്, ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താട്ടോ. ഭയങ്കര കംഫർട്ടാണ്, നല്ല പ്യുവർ കോട്ടൺ ആട്ടോ, നല്ല രസമുണ്ട്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല, കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ടല്ല, കാവേരി ഹോസ്പിറ്റൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് പീഡിയാട്രിക് ഇവൻ്റ് ആട്ടോ. നമ്മളിതിന് പൊക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്ന ഒരു 10 സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ്സിലെല്ലാവരും ഓരോരോ സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു ഇവൻറ്റിന് പോയ സമയത്ത് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിണ്ടാത്തവരായിട്ടൊക്കെ മിണ്ടിയപ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നതെന്ന് ഞാൻ ഇപ്പോഴാണോ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു 11 മണിക്കൊരു സ്നേക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴിക്കാനായിട്ടൊരു സാൻഡ്വിച്ചും ഒരു കോഫിയും ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് പിന്നെയും ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ബിരിയാണിയും ഐസ്ക്രീമും കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇറങ്ങാൻ സമയപ്പോൾ ഞങ്ങൾക്കൊരു കോഫിയും ഒരു ബിസ്ക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. ക്ലാസ്സൊന്നും വലിയ രീതിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിലും ഫുഡൊക്കെ നല്ല കാര്യമായിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാട്ടോ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റി ഞങ്ങൾക്ക് ബൈ പറഞ്ഞിട്ടാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി വീട്ടിലോട്ട് പോവാണേ.